കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഒക്കെയും ദൈവം നമുക്ക് കൃപ നൽകുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഈ രാവിലെ സമയം ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 36-ാമത് വാക്യം ഇന്നത്തെ പ്രഭാത സന്ദേശത്തിലെ ചിന്തകൾക്കായിട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 36-ാമത് വാക്യം. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകും. ബി മേഴ്സിഫുൾ ജസ്റ്റ് ആസ് യുവർ ഫാദേഴ്സ് ഈസ് മേഴ്സിഫുൾ. അപ്പം കരുണ കാണിക്കുക, മനസ്സലിവുള്ള ആളായിട്ട് മാറുക. എന്താ ഈ മനസ്സലിയുക എന്ന് പറയുന്നത്? അതിനകത്ത് തന്നെ വാക്കിൻ്റെ മലയാള വാക്കിനകത്ത് തന്നെ അലിയുക എന്നൊരു പ്രയോഗത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയില്ല. എന്താ ഈ അലിയുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ചിന്തയ്ക്കായിട്ടൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. ഒരു ദിവസം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ടാണ്, നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു, അല്ലേ? അപ്പോൾ തന്നെ സ്ത്രീയെ നിർമ്മിച്ചത് മനുഷ്യനിൽ നിന്ന് അസ്ഥി ഊരിയെടുത്താണ്, വാരിയെല്ലുകളിൽ നിന്ന് ഒന്ന് ഊരിയെടുത്താണ് ദൈവ സ്ത്രീയെ ഉണ്ടാക്കി. ഈ രണ്ടിൻ്റെ പ്രത്യേകതയുണ്ട്. മണ്ണ് കൊണ്ട് എന്തുണ്ടാക്കിയാലും എന്ത് പണിതാലും അത് വെള്ളം ഒഴിക്കുമ്പോൾ താഴ്പോവും, അലിയുന്നതാണ്. എന്നാൽ അസ്ഥി അങ്ങനെ അല്ല, അല്ലേ? എത്ര വെള്ളം ഒഴിച്ചാലും അത് തീക്കകത്ത് വീണാൽ പോലും അത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കേട് വരുന്ന ഒരു വസ്തുവല്ല അസ്ഥി. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അലിവ് എന്നുള്ളൊരു വാക്ക്. നമുക്കറിയാം ഇന്നത്തെ സമൂഹം നേരിടുന്ന ഒരു സാഹചര്യം. ഇന്ന ഭാഗം എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പുരുഷനാണോ മനസ്സലിവുള്ളത്, ഇല്ലെങ്കിൽ സ്ത്രീയാണോ എന്ന് മനസ്സലിവുള്ളത്, ഇല്ലെങ്കിൽ മക്കളാണോ അമ്മയപ്പന്മാർ എന്ന് പറയാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? അപ്പൻ മക്കളെ കൊല്ലുന്നു, മക്കൾ ഈ നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ഒരു മകൻ അമ്മയെ കൊല്ലുകയാണ്. അപ്പം അതിന് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, സ്തോത്രം, എനിക്ക് ജന്മം തന്നത് കൊണ്ടാണ് ഞാൻ അവരെ കൊന്നത്. ശ്രദ്ധിക്കണം, 25 വയസ്സ് വരെ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കണം ആ മകനെ വളർത്തിയെടുത്തത്. എന്നിട്ട് ജന്മം തന്നത് കൊണ്ടാണ് കൊല്ലുന്നതെന്ന് പറഞ്ഞിട്ട് ആ അമ്മയെ കൊല്ലുന്ന തലമുറയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുമല്ലേ? അപ്പം സ്ത്രീയും പുരുഷനും ഒരുപോലെ. ഇന്ന് സ്ത്രീകളും ക്രൂരത കാണിക്കുന്ന ഒരു കാലത്തിലേക്ക് വരികയാണ്, പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പം രണ്ട് ഭാഗത്തും ആ വിഷയങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ആര് ഇന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം എന്നാൽ ബൈബിൾ എന്താണ് നമ്മെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ പിതാവ് ഇല്ലെങ്കിൽ നമ്മുടെ ദൈവം മനസ്സലിവുള്ളവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും മനസ്സലി. എന്താ പിതാവ് നമ്മോട് കാണിച്ച ദയ? നമ്മൾ പാപം ചെയ്യാഞ്ഞിട്ടല്ല. വേറെ ദിവസവും നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ള, എന്നാൽ അവൻ്റെ കരുണയോ ജീവിതത്തിൻ്റെ അന്ത്യം വരെ. അപ്പോൾ നമ്മുടെ പിതാവ് ആരാണ്? നമ്മുടെ പാപം നോക്കി ഇട്ട് സ്തോത്രം അതിന് ഫലം തന്നവനല്ല, നമ്മുടെ അകൃത്യങ്ങളോ പാപങ്ങളോ നോക്കാതെ നമ്മോട് കരുണ കാണിച്ചൊരു ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സേവിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പിതാവ് എങ്ങനെയാണോ നമ്മുടെ മുൻപിൽ മനസ്സലിവ് കാണിച്ചത്, സ്തോത്രം, അതുപോലെ നമ്മളും എങ്ങനെയുള്ളവരായിരിക്കണം? മനസ്സലിവുള്ളവരായിരിക്കണം എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട്. എഫെസ്യ ലേഖനത്തിലേക്കൊന്ന് വന്നേ, 1-2 വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 32-ാമത് വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ഇങ്ങനെ പറയും, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. അപ്പം ക്ഷമിക്കാൻ കഴിയുന്ന ആർക്കാണ്? മനസ്സലിവുള്ള ആളിനാണ്. സ്തോത്രം. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ദൈവം ക്രിസ്തുവിലൂടെ നിങ്ങളോട് എന്ത് ചെയ്തു? ക്ഷമിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ ക്ഷമിപ്പീനെന്ന് പഠിപ്പിക്കുന്നു. ആ ക്ഷമ വരണമെങ്കിൽ മനസ്സലിവ് നമുക്ക് ഉണ്ടായിരിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത് വാക്യത്തിലേക്ക് വന്നേ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇപ്പോൾ ദൈവത്തിൻ്റെ വൃതന്മാർ, വിശുദ്ധന്മാർ, ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയിൽ ഒന്നാണ് മനസ്സലിവോടെ ഇരിക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ വൃതന്മാരെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് എന്തുണ്ടായിരിക്കണം? മനസ്സലിവ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയണം. 1 പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, 8-ാമത് വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ഇങ്ങനെ പറയും, തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. അപ്പോൾ അവിടെയും ദൈവമക്കളായി നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? സ്തോത്രം, ഹല്ലേലൂയ,
മനസ്സലിവ് ഉള്ളവരായിരിക്കണം എന്ന് തന്നെയാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വാക്യം കൂടെ, 1 യോഹന്നാൻ 3-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയും, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ശ്രദ്ധിച്ചോ, വളരെ കൃത്യമാണ്. ഇന്നത്തെ ദൈവമക്കൾ എന്ന സമൂഹം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, അല്ലേ? പലർക്കും പലതുമുണ്ട്. ഒരുപാട് വസ്തുക്കളുള്ളവരുണ്ട്, ഒന്നിൽ കൂടുതൽ വീടുള്ളവരുണ്ട്, ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുള്ളവരുണ്ട്. ബൈബിൾ എന്താ പറയുന്നത്? നിങ്ങളിൽ വസ്തുവകയുള്ളവൻ എന്തു ആകട്ടെ, എന്ത് നിങ്ങൾക്ക് കൂടുതലുണ്ടോ, സ്തോത്രം, അതില്ലാത്തൊരാളിനെ അത് കൊടുക്കണമെന്ന്, അതിലുള്ളത് ഒരു ഭാഗം കൊടുക്കണമെന്ന് ബൈബിൾ പറയുന്നു. കർത്താവും പഠിപ്പിച്ചില്ലേ, രണ്ടുള്ളവൻ ഒന്ന് കൊടുക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇത് തിരുവചനം നമ്മളെ പഠിപ്പിച്ചതാണ്. ആരാ ഇന്ന് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എങ്ങനെയാണ് ദൈവസ്നേഹം വസിക്കുന്നത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പം മനസ്സിലായോ? അപ്പോൾ ദൈവസ്നേഹം നമ്മുടെ മനസ്സിൽ ഹൃദയത്തിനകത്ത് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് മനസ്സലിവുള്ളവരായിരിക്കുക. ലൂക്കോസ് വിശേഷത്തിൽ 6:36 പറഞ്ഞതുപോലെ പിതാവ് നമ്മളോട് എങ്ങനെയാണ് മനസ്സലിവോടെ ഇരുന്നത്, അതുപോലെ നിങ്ങൾ മനസ്സിലുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവത്തെ പോലെ കർത്താവിനെ പോലെ മനസ്സിലുള്ളവരായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാൽ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. എല്ലാ നന്മകളാൽ ദൈവം നിറയ്ക്കും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.